നമസ്കാരം, കെ പി വോയിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. ഈ ലോകത്ത് ഏറ്റവും അധികം പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് പണമാണ് എന്ന്. ഏറ്റവും പവർഫുള്ളായ റിസോഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചു, അല്ലാതെ ഏറ്റവും അധികം വേണ്ട സാധനം എന്നല്ല. പവർഫുള്ളായ റിസോഴ്സാണ് പണം എന്നത്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാമെന്ന് നമുക്ക് അർത്ഥമില്ല, പക്ഷേ പണം ആവശ്യമാണ്. അത് മാനേജ് ചെയ്യാൻ അറിയാൻ വേണം. പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്കും ഈ ഒരു സ്കില്ലില്ല. പണമെന്ന അടിസ്ഥാന കൺസെപ്റ്റ് പോലും കുട്ടികളെ പഠിപ്പിക്കാതെയാണ് പുറത്തു വിടുന്നത് എന്നുള്ളത് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് പണം? നമ്മൾ 4 ചക്കയ്ക്ക് 4 രൂപ, 1 ചക്കയ്ക്ക് എത്ര രൂപ എന്ന് ചോദിക്കുന്നതല്ല പണം എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റിനെ മനസ്സിലാക്കി കൊടുക്കണം അവർക്ക്. അപ്പോൾ അത് പോട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. പക്ഷേ മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, പണത്തെ മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റില്ല. ഒരുപാട് പേർ ഒരുപാട് കഴിവുകളുണ്ടെങ്കിലും ഒരുപാട് ബന്ധങ്ങളുണ്ടെങ്കിലും അവർക്ക് വലിയ ജോലികളുണ്ടെങ്കിലും രക്ഷപ്പെടാത്തത് ജീവിതത്തിൽ ഒരു ഘട്ടം എത്തുമ്പോൾ പണം അവരെ തോൽപ്പിക്കും. എന്തുകൊണ്ടാണിത്? പണത്തെ കൈകാര്യം ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ മണി എന്ന് പറയുന്നതിനെ മാനേജ് ചെയ്യേണ്ട ഒരു സ്കില്ലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റഡീസ് ഇതിനെ ബേസ് ചെയ്ത് നടത്തുന്നുണ്ട്. ഇത്തവണ അതുപോലൊരു ടോപ്പിക് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പൊതുവേ ഞാൻ ഈ ഒരു സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന വാക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കാറുണ്ട്. സ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ പല ടേംസും പറയാറുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ നിക്ഷേപം എന്ന വാക്ക് കേട്ടാൽ തന്നെ ആൾക്കാർ എന്നോട് പറയാറുള്ളൊരു പരാതിയാണ്, അല്ലെങ്കിൽ എന്നോട് പറയാനുള്ള എക്സ്ക്യൂസാണ്, ഈ ഒരു നിക്ഷേപത്തിന് മാത്രമുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്ക് അത്രയ്ക്ക് നീക്കിയിരിപ്പില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുകയാണ്, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റി വെക്കാൻ പൈസ ഇല്ല എന്നുള്ളത്. നമ്മൾ പണത്തിൻ്റെ ഒരു ഗോൾഡൻ റൂളാണ് സ്പെൻഡ് ലെസ് ദാൻ യു ഏൺ എന്ന്. അതായത് നിങ്ങൾ എത്രയാണോ സമ്പാദിക്കുന്നത് അതിൽ താഴെ ആയിരിക്കണം നിങ്ങളുടെ ചിലവ്. താഴെ ആവണം. അതെങ്ങനെയെങ്കിലും ബഡ്ജറ്റുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തിയിട്ടതാക്കണം. അപ്പോൾ ഇങ്ങനെ സ്പെൻഡിങ് ഹാബിറ്റ്സിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കിയ ഇൻവെസ്റ്റ്മെൻറ്റിലെ പണം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് പണത്തെ മാനേജ് ചെയ്യാൻ പഠിക്കാമെങ്കിൽ, ഈസിലി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, പഠിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഇവിടെ സോൾവ് ആയിക്കൊണ്ടിരിക്കും എന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് പണത്തെ കൈകാര്യം ചെയ്യുക, അഥവാ എങ്ങനെയാണ് പണം സേവ് ചെയ്യാൻ പഠിക്കുക? പണം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പണം നമ്മുടെ കയ്യിൽ വേണമല്ലോ. അതിനെങ്ങനെ സേവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, പണം സേവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിച്ചായി മാറാൻ സാധിക്കില്ല. ഇൻവെസ്റ്റ്മെൻറ്റുകൾ തുടങ്ങാനും നിങ്ങൾക്ക് ഭാവിയിൽ വരുന്ന ചിലവുകളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സേവ് ചെയ്തു വയ്ക്കുക എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് സേവ് ചെയ്തതുകൊണ്ട് നിങ്ങൾ റിച്ചാവും എന്ന് ഒരിക്കലും നടക്കാത്ത കാര്യമാണത്. പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതിലൊരുപാട് സാമ്പത്തികമായ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇനി നമുക്കിവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. എങ്ങനെയാണ് പണം സേവ് ചെയ്യേണ്ടത്, അഥവാ നമ്മളുടെ സ്പെൻഡിങ് ഹാബിറ്റ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? പണം നമുക്ക് വരുന്നത് പൊതുവേ നമുക്കൊന്നുകിൽ സാലറി ആയിട്ട് തന്നെ വരും. നമ്മൾ ജോലി ചെയ്യുന്നു, അതിന് സാലറി കിട്ടുന്നു. അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് നടത്തുന്നു, അത് നമുക്ക് ലാഭമുണ്ടാകുന്നു. ഇങ്ങനെ പല രീതിയിൽ പണം നമുക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇത് ചിലവാക്കുന്നത്, അത് എന്തിന് നമ്മൾ ചിലവാക്കുന്നു, എങ്ങനെ ചിലവാക്കുന്നു, ഏത് രീതിയിൽ, ഏത് സ്പീഡിൽ ചിലവാക്കുന്നു, അതൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ സ്പെൻഡിങ് ഹാബിറ്റ്സിൽ എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യണം? ഒരുപാട് പേരുടെ മിസ്റ്റേക്ക്, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് വിഭാഗത്തിൽ വരുന്ന ആൾക്കാർ എന്ത് ന്യായീകരണം പറഞ്ഞാലും ശരി, അവർക്ക് വരുന്ന ഒരു മിസ്റ്റേക്കാണ് സാമ്പത്തികമായ തീരുമാനങ്ങളിൽ അവർ വൈകാരികമായിട്ടാണ് എടുക്കാറുള്ളത് എന്ന്. സാമ്പത്തിക തീരുമാനങ്ങൾ വൈകാരികമായിട്ട് എടുക്കുന്നു. ഇനി ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. ധനികരായ, റിച്ചായിട്ടുള്ള അഥവാ സാമ്പത്തികമായി പ്രബലരായിട്ടുള്ളവരാരും ഈ അബദ്ധം ചെയ്യാറില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു ഷർട്ട് വാങ്ങാൻ പോയി. ഷർട്ട് വാങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കണം, ഓക്കെ, എനിക്ക് ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ എന്ന് കാഷ്വലായിട്ട് ഇടാൻ ഒരു ഷർട്ട് വേണം എന്ന് പറഞ്ഞ് നിങ്ങളൊരു കടയിൽ കയറി. നിങ്ങൾ ഷർട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ സെയിൽസ്മാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്, ഒരു ബ്രോഷർ എടുത്ത് അല്ലെങ്കിൽ ഒരു പരസ്യ ബോർഡ് കാണിച്ചു തരാണ്, ആ കടയിൽ നിന്ന് 2 ഷർട്ട് വാങ്ങുമ്പോൾ 10% ഓഫറുണ്ട് എന്ന് നിങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾ 1000 രൂപയുടെ ഷർട്ട് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 1000 രൂപയുടെ ഷർട്ടിൻ്റെ അതേ ഷെൽഫിൽ നിന്ന് ഒരു 1000 രൂപയുടെ ഷർട്ട് കൂടി എടുത്താൽ, ആ ഷെൽഫിൽ നിന്ന് ഒറ്റ ഷർട്ട് കൂടി എടുത്താൽ മതി. ആ ഷർട്ട് കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഓഫ് കിട്ടും. ഇനി ഇതിൻ്റെ പിന്നിലെ വികാരവും യുക്തിയും നമുക്ക് നോക്കാം. വൈകാരികമായിട്ട് ചിന്തിക്കുന്ന ഒരാളെങ്ങനെ ചിന്തിക്കുക? ഓക്കെ, ഞാൻ 1000 രൂപയുടെ ഷർട്ട് വാങ്ങിച്ചു,
ഇനി ഇതിൽ 1000 കൊടുത്തിട്ട് 2000 രൂപയുടെ ഷർട്ട് വാങ്ങുമ്പോൾ എനിക്ക് 10% ഓഫറുണ്ട്, 10% കിഴിവുണ്ട്. 2000-ൻ്റെ 10% കിഴിവ്, 2000-ൻ്റെ 10% കിഴിവുള്ള പണം ഞാൻ അടച്ചാൽ മതി. 200 രൂപ ലാഭമുണ്ട്. 1800 രൂപ അടച്ചാൽ 2000 രൂപയുടെ സാധനം 1800 രൂപയ്ക്ക് കിട്ടുന്നു എന്നാണ് വൈകാരികമായിട്ട് ചിന്തിക്കുക. ഇനി ഇതിൻ്റെ വലിയ യുക്തി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ 1000 രൂപയുടെ ഒരു ഷർട്ട് വാങ്ങാനാണ് കടയിൽ കയറിയത്. പക്ഷേ നിങ്ങൾ എന്താ ചെയ്തത്? 1800 രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ഷർട്ടും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു ഷർട്ടും കൂടെ വാങ്ങി. ഇനി നിങ്ങൾ വീട്ടിൽ പോയി എന്ത് ചെയ്യും? ഈ 2 ഷർട്ട് ഇട്ട് ഈ 2 ഷർട്ടും നിങ്ങൾക്ക് ഇട്ട് മുതലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനം വേണ്ടെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തൊരു ഷർട്ട് നിങ്ങൾ വാങ്ങി. ഇങ്ങനെയാണ് വികാരം ഉപയോഗിച്ച് തീരുമാനമെടുത്താൽ അബദ്ധം പറ്റുക. ഇത് ഷർട്ട് വാങ്ങുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം. ഒരുപാട് കാര്യങ്ങളിൽ ഇത്തരം നിസ്സാര ലാഭം എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ വെച്ച് നമ്മളുടെ എക്സ്പെൻസ് കൂട്ടിയെടുക്കാറുണ്ട്. അപ്പോൾ ഈ സെല്ലിങ്ങിന് ഉപയോഗിക്കുന്ന ഒരുപാട് ടെക്നിക്കുകളൊന്നാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കടക്കാർ ചെയ്യുന്നതല്ല, ഇതൊരു സെല്ലിങ് ടെക്നിക്കാണ്. സൗജന്യമായിട്ട് സാധനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അതിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. അവിടെ നമുക്കെന്താ ആവശ്യമെന്ന് യുക്തി ഉപയോഗിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അതാണ് ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു വൈകാരിക തീരുമാനത്തിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. ഇത് ഒരുപാട് രീതിയിൽ കടക്കാർ ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനത്തെ എററുകളെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു അവസ്ഥ. ഇത്തരം അവസ്ഥകളിൽ നമ്മൾ യുക്തിപരമായ തീരുമാനമെടുക്കുന്ന സാമ്പത്തിക ലാഭം നമുക്കുണ്ടാവും, സമയത്തിൻ്റെ ലാഭം നമുക്കുണ്ടാവും. അപ്പോൾ വികാരങ്ങളെ മാറ്റിവെച്ച് യുക്തിപരമായി മാത്രം ചിന്തിക്കുക. അതിന് നിങ്ങളെ സഹായിക്കുന്ന ചില ടെക്നിക്സ് ഞാൻ പറയാം. ഒന്നാമത് 24 hour പ്രിൻസിപ്പിൾ എന്ന് പറയും. സമർത്ഥരായ എല്ലാ സാമ്പത്തിക വിദഗ്ധരും ഒരേ സ്വരത്തിൽ അംഗീകരിച്ചുള്ള ഒരു ടെക്നിക്കാണ്. പ്രത്യേകിച്ച് ഇത്തരം വൈകാരികമായിട്ട് വരുന്ന തെറ്റുകളെ ഒഴിവാക്കാൻ. ഒരു തീരുമാനം എടുക്കുന്നത് 24 മണിക്കൂർ നേരത്തേക്ക് മാറ്റിവെക്കാം. അതെന്താ അങ്ങനെ? നമ്മൾ പൊതുവേ പറയാറുണ്ടല്ലോ, തീരുമാനങ്ങൾ എപ്പോഴും പെട്ടെന്നായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം എന്ന്. സാമ്പത്തികമായ തീരുമാനങ്ങളും ചില തീരുമാനങ്ങളിലും ഇവിടെ ഒരു എക്സെപ്ഷൻ കൊടുക്കുക. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാമെന്ന് പറയാം. നിങ്ങളോട് ഒരാളൊരു ഓഫർ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ജോലി വരുന്നു, അത് തന്ത്രപ്രധാനമായൊരു തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ സമയത്തെ, നിങ്ങളുടെ പണത്തെ ഒക്കെ ബാധിക്കുന്ന ഒരു തീരുമാനം വരുമ്പോൾ ജസ്റ്റ് 24 മണിക്കൂർ കഴിഞ്ഞ ശേഷം തീരുമാനിക്കുക. അപ്പോൾ നിങ്ങളുടെ വൈകാരിക അവസ്ഥ മാറണം. ചിലപ്പോൾ നിങ്ങൾ ആകെ ത്രിൽഡായി ടെൻഷനിലിരിക്കുന്ന സമയത്ത്, സന്തോഷത്തിലിരിക്കുന്ന സമയത്ത്, സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ തീരുമാനമെടുക്കുമ്പോൾ തെറ്റുവരാം. എന്നാൽ 24 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളുടെ മൂഡൊക്കെ ഒന്ന് മാറി നിങ്ങൾ മറ്റൊരു മാനസികാവസ്ഥയിൽ, എൻറ്റയർലി ഡിഫറെൻ്റ് ആയൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ കൂടുതൽ ശരിയാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 24 മണിക്കൂർ ഒന്ന് ഡിലേ ചെയ്യുക. അതാണ് ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടെക്നിക്ക്, പർപ്പസ് ഡിഫൈൻ ചെയ്ത ശേഷം മാത്രം പണം ചിലവാക്കുക. ഒരു സാധനം വാങ്ങുമ്പോൾ പർപ്പസ് എന്താണെന്ന് ആലോചിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അവിടെ ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ 1000 രൂപയുടെ ഷർട്ട് വാങ്ങാൻ പോയി, നിങ്ങൾക്ക് ഒറ്റ ഷർട്ടേ ആവശ്യമുള്ളൂ. പക്ഷേ നിങ്ങൾ 10% ഓഫ് എന്ന് കേൾക്കുമ്പോഴേക്ക് ചാടി കയറിയിട്ട് അങ്ങോട്ട് 1800 രൂപ ചിലവാക്കാൻ തീരുമാനിച്ചു. അതിന് പകരം എനിക്ക് ഒരു ഷർട്ടേ ആവശ്യം, ഈ ഷർട്ട് ഞാൻ എന്തിനാണ് വാങ്ങുന്നത്? ഇപ്പോൾ കാഷ്വൽ വെയറിന് വേണ്ടി അല്ലെങ്കിൽ ഫോർമൽ വെയറിന് വേണ്ടി വാങ്ങുന്നു, അതേ എനിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ എന്തിനു ഞാൻ ആവശ്യമില്ലാതെ 1800 രൂപ ചിലവാക്കണം എന്ന രീതിയിൽ ഒന്ന് ചെയ്യാം. അപ്പോൾ പർപ്പസ് ഡിഫൈൻ ചെയ്താൽ പലപ്പോഴും അനാവശ്യമായ സാമ്പത്തിക ചിലവുകൾ ഒഴിവാകും. നിങ്ങൾ പൊതുവെ മലയാളികൾക്ക് ടെൻഡൻസി കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റൊരാളൊരു കാര്യം വാങ്ങി അതിൻ്റെ കൂടെ വാങ്ങാനുള്ള ടെൻഡൻസി നമുക്ക് കൂടുതലാണ്. മറ്റൊരാൾ ബെൻസിൻ്റെ കാർ, നമ്മുടെ കൂട്ടുകാർ ബെൻസിൻ്റെ കാർ നമുക്ക് തോന്നും ബെൻസിൻ്റെ കാർ വാങ്ങിയാൽ തിരക്കിടില്ല. അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാൾ ബ്രാൻഡഡ് ഷർട്ട് വാങ്ങിയാൽ നമുക്ക് തോന്നും ആ ബ്രാൻഡ് ഷർട്ട് എനിക്കും വാങ്ങണം. ആ ഒരു ടെൻഡൻസി നമുക്ക് കൂടുതലാണ്. അതുകൊണ്ടാണ് കേരളം നല്ലൊരു കമ്പോളമായിട്ട് ലക്ഷറി ബ്രാൻഡുകൾക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? പർപ്പസ് ഡിഫൈൻ ചെയ്യുക. എനിക്കിത് ആവശ്യമുണ്ടോ? എൻ്റെ ലൈഫ് സ്റ്റൈലിന് ഇത് ആവശ്യമുണ്ടോ? ആവശ്യമില്ല തോന്നിക്കഴിഞ്ഞാൽ ധീരമായി തീരുമാനിക്കുക, വേണ്ടെന്ന് വയ്ക്കുക. അത് രണ്ടാമത്തെ ഒരു മെത്തേഡാണ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇത്തരം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്ന ഡ്രസ്സ്, അതുപോലെ പാത്രങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ബി ദ ക്ലാസിക്. കാലത്തെ അതിജീവിക്കുന്ന ട്രെൻഡുകളിൽ മാത്രം പണമിറക്കുക. ഷർട്ട് വാങ്ങുന്നു, മുണ്ട് വാങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പാൻസും സ്യൂട്ടും വാങ്ങുന്നു, കാലങ്ങളായി നിൽക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. എക്സിക്യൂട്ടീവ് വെയറുകളെല്ലാം അങ്ങനെയാണ്. 10 കൊല്ലം മുമ്പുള്ള അതേ ഫാഷൻ ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കും.
ചില ക്ലാസിക് ഡിസൈൻ ഉണ്ട്. ജെയിംസ് ബോണ്ട് സിനിമകളിലെല്ലാം ഒരേപോലത്തെ സ്യൂട്ടുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്. എത്ര കാലം 9 കൊല്ലം മുമ്പ് അവർ യൂസ് ചെയ്ത സ്യൂട്ട് ഇന്നത്തെ കാലത്ത് ഇട്ടിട്ട് വന്നാൽ നമുക്കത് പ്രശ്നം തോന്നില്ല. അഥവാ അത് ഈ ഒരു കാലത്തിന് ചേർന്ന ഡ്രസ്സ് അല്ല എന്ന് നമുക്ക് തോന്നില്ല. അതാണ് ക്ലാസിക് വെയറുകളുടെ പ്രത്യേകത. അതൊരു ക്ലാസിക്കിലേക്ക് പോവുക. ഈ സാമ്പത്തികമായ ഒരുപാട് കാര്യങ്ങൾ ട്രെൻഡിനനുസരിച്ച് ചിലവാക്കുമ്പോൾ ചിലവ് കൂടും. അതുകൊണ്ട് ട്രെൻഡിന് ചിലവാക്കുന്നതിന് പകരം ക്ലാസിക് ചിലവാക്കുക. ഇങ്ങനെ 3 മെത്തേഡുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ചിന്താഗതി ഒന്ന് മാറ്റിയാൽ, പ്രത്യേകിച്ച് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക ചിലവ്, സമയത്തിൻ്റെ ചിലവ് ഒരുപാട് ലാഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഒരു ബോധവൽക്കരണം എന്ന നിലയ്ക്കാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അല്ലാതെ പിശുക്ക് പ്രോത്സാഹിപ്പിക്കുക അല്ല നമ്മൾ ചെയ്ത്, നമ്മുടെ ആവശ്യത്തിന് ചിലവാക്കാനുള്ളത് തന്നെയാണ് പണം. അപ്പോൾ ആ ഒരു സ്മാർട്ടായ ഡിസിഷൻ എടുക്കുക. അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തു. താങ്ക് യു സോ മച്ച്.